ഓൾ ഇന്ത്യ ബാങ്ക് പ്രൊഫഷണൽസ് ആൻഡ് റിട്ടയർഡേഴ്സ് അസോസിയേഷൻ AIB പാർക്ക് കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലാതല സ്നേഹസംഗമം സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള അംഗങ്ങളും പങ്കെടുത്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന 25ഓളം ബാങ്കുകളിൽ നിന്നും വിരമിച്ച അംഗങ്ങളുടെ കൂട്ടായ്മയിലുള്ള സംഘടനയാണ് ഓൾ ഇന്ത്യ ബാങ്ക് പ്രൊഫഷണൽസ് ആൻഡ് റിട്ടയർഡേഴ്സ് അസോസിയേഷൻ IAB പാർക്ക്. ഇതിന്റെ കാസർഗോഡ് ജില്ലാ ഘടകം ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട്ട് അംഗങ്ങളുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ജില്ലയ്ക്കകത്തുള്ളവർ മാത്രമല്ല പുറത്തുള്ള അംഗങ്ങളും പങ്കെടുത്തു. മുതിർന്ന അംഗങ്ങളായ M. രാഘവൻ നായർ, N. സുബ്രായ് പൈ, കമലാക്ഷ ഷേണായി, T. വിജയൻ, KP വിബൽസു എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി സംഗമത്തിന് സമാരംഭം കുറിച്ചു. സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. അതിനുവേണ്ടി ഇത് വേദിയിലിരിക്കുന്നവരും അതുവരെ വേദിക്കപ്പുറം ഇരിക്കുന്നവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ ഒത്തുചേരാൻ സാധിച്ചിട്ടുള്ളത്. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് PP ജനാർദ്ദനൻ നായർ അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A. അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ എല്ലാ ആൾക്കാരും റിട്ടയറീസ് ആണ്. എല്ലാവരും 80+ ഉണ്ട്, 70+ ഉണ്ട്, 60+, 3 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവിടെ. ഈ ചടങ്ങുകൾ എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഭർത്താവ്, ഭാര്യ, ഭാര്യ, ഭർത്താവ് എന്നുള്ളതാണ്. നമ്മൾ മക്കൾക്ക് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കും, നമ്മൾ ഉത്തരവാദിത്തം. പക്ഷേ എത്ര കണ്ട് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നുവോ അത്ര കണ്ട് അച്ഛൻ നമ്മയിൽ നിന്ന് അവർ അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. 75 വയസ്സ് പൂർത്തിയായ കൂട്ടായ്മയിലെ 17 അംഗങ്ങളെയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണൻ പത്താനത്തിനെയും പരിപാടിയിൽ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി MP രമേശൻ നമ്പ്യാർ, Y. ശ്രീധരൻ, K. പ്രേമചന്ദ്രൻ, K. ബാലകൃഷ്ണൻ നായർ, PP ജഗദീശൻ, E. ബാലകൃഷ്ണൻ, ജോർജ് തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.